എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പരസ്പരമുള്ള ലൈംഗിക വീഴ്ച വന്യമാകാനുള്ള ചില വഴികളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ കടുവകളുടേതിന് സമാനമായ ഒരു രതിരീതി അതിലൊന്നാണ്. ഉപരിസുരതത്തിൻ്റെ ഒരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം. ഇതേതാണെന്ന് നോക്കാം. മലർന്നു കിടക്കുന്ന പുരുഷന്റെ മുകളിലിരുന്ന് അവനെ സ്വീകരിക്കുന്ന സ്ത്രീ പിന്നീട് കുനിയുന്നു. സ്ത്രീയുടെ അരക്കെട്ടിലെ പേശികൾക്ക് ബലം കൊടുത്ത് അവൾ വീഴ്ച നടത്തുമ്പോൾ ഇവിടെ നിയന്ത്രണം മുഴുവനും സ്ത്രീക്കായിരിക്കും. ചലനങ്ങളുടെ വേഗതയും പ്രവേശിക്കലിൻ്റെ ആഴവും തീരുമാനിച്ച് മന്മഥ പേശികൾ കൊണ്ട് അവനെ, തൻ്റെ പങ്കാളിയെ പുണർന്ന് അവൾക്ക് രതിമൂർച്ചയിലേക്ക് തുഴഞ്ഞു കയറാം. ഉള്ളിൽ കടന്ന ലിംഗത്തെ മന്മഥ പേശികൾ കൊണ്ട് മുറുക്കി സുരതക്രിയ നടത്താമെന്നതാണ് ഈ വീഴ്ചയെ വന്യമായ അനുഭൂതിയിലെത്തിക്കുന്നത്. അതുപോലെ സ്പോട്ടിലേൽക്കുന്ന മർദ്ദനങ്ങളെയും തനിക്ക് ആസ്വാദകരമായ വിധത്തിൽ നിയന്ത്രിക്കാൻ ഈ സമയത്ത് സ്ത്രീക്ക് കഴിയുമെന്നത് മറ്റൊരു അനുഭൂതി ഉണർത്തുന്ന അനുഭവമാണ്. എന്നാൽ ലിംഗപ്രവേശനത്തിൻ്റെ ആഴം കുറച്ചാൽ യോനിയുടെ കവാടത്തിൽ കോരിത്തരിപ്പിക്കുന്ന സ്പർശനങ്ങൾ സാധ്യമാക്കാമെന്നുള്ള മറ്റൊരു വ്യത്യസ്തമായ കാര്യം കൂടി ഇതിനിടക്കുണ്ട്. അതെ, യോനി കവാടത്തിൽ പലതരത്തിലുള്ള കോരിത്തരിപ്പിക്കുന്ന സ്പർശനങ്ങൾ പുരുഷന് നൽകുവാൻ കഴിയും. ഇതിനായി സമയമെടുത്ത് അതിൻ്റെ പ്രാധാന്യത്തോടെ ചെയ്യണമെന്ന് മാത്രം. അടിവയറ്റിലെ മാംസപേശികൾ ചുരുക്കി രതിമർദ്ദനങ്ങളെ ഏറ്റുവാങ്ങുന്ന പുരുഷനും പേശികൾ ബലപ്പെടുത്താനും ഈ മുറ ഉപകരിക്കപ്പെടുന്നത് മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണുന്നത് വരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.